ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ശ്രീലക്ഷ്മി എന്നേക്കുമായിട്ട് ഉന്മൂലനം ചെയ്യാൻ മാഡത്തിന് ധൈര്യമുണ്ടോ? അതായത് ശ്രീലക്ഷ്മി എന്ന മാഡത്തിന്റെ ശത്രുവിനെ കൊന്നുകളയാൻ മാഡത്തിന് ധൈര്യം ഉണ്ടോന്ന്? കണ്ടോ, അത് പറഞ്ഞപ്പോഴേ മാഡം ഞെട്ടിയത്. ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ, മാഡത്തിന്റെ മൈൻഡ് ഒന്ന് അറിയാൻ. അതിനുള്ള ധൈര്യമൊന്നും മാഡത്തിനില്ല എന്ന് എനിക്കറിയാം. ഗാർഹിക പീഡനവും മാനസിക പീഡനവും ഒക്കെയാ മാഡത്തിന്റെ ഒരു സ്റ്റൈല്. അതുകൊണ്ട് ഈ ഡ്രാമ പരിപാടി മാഡം ഇനിയെങ്കിലും നിർത്തുന്നതാ നല്ലത്. ഇത്രയും ഞാൻ പറഞ്ഞത് മാഡം നേരത്തെ പറഞ്ഞില്ലേ, മാഡത്തിന്റെ മനസ്സിൽ എനിക്കുള്ളൊരു സ്ഥാനത്തെ പറ്റി. ഫ്രണ്ട്. അതിന്റെ അർത്ഥം മാഡത്തിന് അറിയില്ലെങ്കിലും എനിക്ക് നന്നായിട്ട് അറിയാം. കൂട്ടുകാരി തെറ്റായ വഴിയിലൂടെ പോകുമ്പോ മറ്റൊരു കൂട്ടുകാരിക്ക് അത് കണ്ടു നിൽക്കാനാവില്ലല്ലോ. അവളെ തെറ്റു പറഞ്ഞു മനസ്സിലാക്കി നേരായ വഴിയിൽ കൊണ്ടുവരേണ്ടത് കൂട്ടുകാരിയായ എന്റെ ഉത്തരവാദിത്വമല്ലേ? ശ്രീലക്ഷ്മി മാഡവും തമ്മിലുള്ള വഴക്കിനിടയ്ക്ക് ഉത്തമ സുഹൃത്തായ എന്നെ പിടിച്ചിടരുത്. കാരണം എന്റെ കൂട്ടുകാരിയുടെ വഴി നേരായ വഴിയല്ല. സാന്ദ്ര പെട്ടെന്ന് കൊല്ലോന്ന് ചോദിച്ചപ്പോ ഞാനൊന്ന് ഞെട്ടിയെന്നുള്ളത് സത്യം. പക്ഷേ ഒരാളുടെയും ജീവൻ ഇല്ലാതാക്കാൻ നമുക്ക് അവകാശമില്ലല്ലോ സാന്ദ്ര. എന്തായാലും കൂട്ടുകാരി പറഞ്ഞത് ഞാൻ മുഖവിലയ്ക്ക് എടുത്തില്ല എന്നൊരു പരാതി വേണ്ട. സാന്ദ്ര പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ എന്റെ റൂട്ടൊന്ന് മാറ്റിപ്പിടിക്കാൻ പോവാ. ജസ്റ്റ് ഒരു യൂട്ടേൺ. സാന്ദ്ര കണ്ടോ, രേഖയുടെ തേരോട്ടം ഇനി ഏത് വഴിക്കാന്ന്. ഞാൻ മാഡത്തിനെ ക്യാബിനിലൊക്കെ നോക്കി, കണ്ടില്ല. ഇവിടെ ഒന്ന് ഇരിക്കുമായിരുന്നു അല്ലേ? അറിഞ്ഞ വാർത്തകൾ വെച്ച് നോക്കുകയാണെങ്കിൽ സാർ ഇന്നിനി ഓഫീസിൽ വരുന്ന ലക്ഷണമില്ല. അത്യാവശ്യ ഫയലുകളെല്ലാം വീട്ടിലേക്ക് കൊടുത്തുവിടാന്ന് കരുതി. അല്ല, മാഡം അറിഞ്ഞ വാർത്ത എന്ന് പറഞ്ഞല്ലോ, എന്താ അത്? രാവിലെ സാർ അറിഞ്ഞത് തന്നെയാ. ശ്രീലക്ഷ്മി മാഡം രാവിലെ വർമ്മൻ വില്ലയിൽ നിന്നും ഇറങ്ങി അവരുടെ സ്വന്തം വീട്ടിലേക്ക് പോയെന്ന്. ഇവിടെ ഇപ്പൊ എനിക്കൊരു കൂട്ടുകാരി ഉണ്ടല്ലോ, രേഖ മാഡം. അവര് പറഞ്ഞതാ. എത്രത്തോളം ശരിയാണെന്നൊന്നും അറിയില്ല. സത്യമാണ് മാഡം. ഇന്നലെ ശ്രീലക്ഷ്മി മാഡത്തിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിനു ശേഷം വീട്ടിൽ വലിയ ഇഷ്യൂ ഉണ്ടായി. ഉണ്ടായതല്ല, ഉണ്ടാക്കിയതാ രേഖ മാഡം. അങ്ങനെയാ ശ്രീലക്ഷ്മി മാഡം സ്വന്തം വീട്ടിലേക്ക് പോയത്. അല്ല, ഈ ശ്രീലക്ഷ്മി മാഡത്തിന്റെ ശരിക്കുള്ള പ്രശ്നം എന്താ? നല്ലൊരു കുടുംബം, നല്ലൊരു ഭർത്താവ്, ഉയർന്ന ജോലി. അവർക്ക് സ്വപ്നം കാണാൻ പറ്റുന്നതാണോ ഇതൊക്കെ? മര്യാദയ്ക്ക് അവനവന്റെ കാര്യം നോക്കി ജീവിക്കുന്നതിന് പകരം ഓരോരോ വേഷം കെട്ടലുകള്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാഡം? ഓരോ ആൾക്കാർ ഓരോ രീതികളല്ലേ. എന്നാലും ഇതൊരു വല്ലാത്ത രീതിയായി പോയി. രവി സാറിന്റെ സമാധാനം കൂടി കളയാൻ. അതെന്താ സാന്ദ്ര മാഡം എടുത്തു പറഞ്ഞത് രവി സാറെന്ന്? അവിടെ ഗായത്രി ദേവി അമ്മയുണ്ട്,
മാഡത്തിന്റെ ബോസ് രേഖ മാഡം ഉണ്ട്. എന്നിട്ടും രവി സാർ അന്ന് എടുത്തു പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാ. രാജാറാം സാർ കാട് വെട്ടിത്തെളിച്ച് വഴി വെട്ടി എങ്ങോട്ടായി പോന്നെന്നൊക്കെ എനിക്ക് മനസ്സിലായി. എന്നാലേ അത് വേണ്ട. ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. രവി സാറിന്ന് കേൾക്കുമ്പോ തന്നെ സന്തോഷം തോന്നിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു സാൻഡ്രയ്ക്ക്. അതിൽ നിന്നൊക്കെ ഞാൻ എന്നെ തന്നെ മാറ്റാൻ നോക്കും. രേഖ മാഡം ഒരു ദിവസം ഒന്നിൽ കൂടുതൽ തവണ എന്നെ രവി സാറുമായിട്ട് അടുപ്പിക്കാൻ നോക്കുന്നുണ്ട്. രവിചന്ദ്രവർമ്മൻ ശ്രീലക്ഷ്മി ഇടയിലേക്ക് ഞാൻ ഇടിച്ചു കയറണം പോലും. ഓരോരോ മണ്ടത്തരങ്ങളെ. അതങ്ങനെ നിസ്സാരമായി കളയേണ്ട സന്ദ്ര മാഡം. രേഖ മാഡം പറയുന്നതെല്ലാം ശരിവച്ചില്ലെങ്കിലും അതിൽ ചിലത് കാര്യമായി എടുക്കേണ്ടതുണ്ട്. എന്താ ഞാൻ കാര്യമായിട്ട് എടുക്കേണ്ടത്? രേഖ മാഡം പറയുന്നത് മുഴുവൻ ഞാൻ രവി സാറിനെ വീണ്ടും സ്നേഹിക്കണമെന്നാ. അത് ഞാൻ കാര്യമായിട്ട് എടുക്കണമെന്നാണോ രാജാറാം സാർ പറയുന്നത്? അതെ. വാട്ട്? യെസ്. സാന്ദ്ര മാഡം രവി സാറിനെ പഴയതുപോലെ സ്നേഹിക്കണം. ശ്രീലക്ഷ്മിയെ ഒഴിവാക്കിക്കൊണ്ടല്ല, ശ്രീലക്ഷ്മിയുടെ മുന്നിൽ തന്നെ. എന്നെ ഇങ്ങനെ പരീക്ഷിക്കാൻ രവി സാർ പറഞ്ഞു വിട്ടതാണോ രാജാറാം സാറിന്? അതോ രേഖ മാഡം പറഞ്ഞിട്ടാണോ ഈ ഡ്രാമ? സംഭവം ഡ്രാമയാണ്. ഞാൻ പറഞ്ഞ കാര്യം ഒരു സിറ്റുവേഷനിലും സീരിയസ് ആവാത്ത ഒരു ഡ്രാമ. രവിയോ മറ്റാരും അറിയാതെ ഇത് ഞാനും സാന്ദ്ര മാഡവും തമ്മിലുള്ള ഒരു കരാറാണ്. രാജാറാം സാർ പറഞ്ഞു വരുന്നത് എനിക്ക് ശരിക്കും മനസ്സിലായില്ല. ഇതിനത്ര വിശദീകരണത്തിന്റെ ആവശ്യമൊന്നുമില്ല. ചുരുക്കി പറയാം, സാന്ദ്ര പഴയ സാന്ദ്രയാവണം. ശ്രീലക്ഷ്മിയുടെ മുന്നിൽ മാത്രം. അതുകൊണ്ടുള്ള ഗുണം പറയാം. ശ്രീലക്ഷ്മി മാഡം ഈ പരാക്രമങ്ങൾ മുഴുവൻ കാണിക്കുന്നത് രവിയെ നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ നിന്നാണ്. ആ ഭയത്തിന്റെ ആകെ തുകയാണ് ശ്രീലക്ഷ്മി ഇപ്പൊ അനുഭവിക്കുന്നത്. അതിന്റെ ഇരട്ടി രവിയും. ഇപ്പോഴും ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം രാജാറാം സാർ പറഞ്ഞില്ല. അതിന്റെ ഉത്തരം വളരെ സിമ്പിളാണ് സാന്ദ്ര മാഡം. ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു ഭാര്യയ്ക്ക് സ്വന്തം ഭർത്താവ് കഴിഞ്ഞ് ഈ ലോകത്തിൽ വേറെ എന്തിനും സ്ഥാനമുണ്ടാവും, ഉണ്ടാകാവും. അയാളെ നഷ്ടപ്പെടുമെന്ന് തോന്നിയ അവൾ എന്ത് ത്യാഗം സഹിച്ചും ഭർത്താവിന്റെ കൂടെ നിൽക്കും. പ്രത്യേകിച്ച് സ്വന്തം ഭർത്താവിനെ വേറൊരു പെണ്ണ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു എന്ന് അവൾക്ക് മനസ്സിലാകുന്ന ആ നിമിഷത്തിൽ വേറെ ഒന്നിനും അവൾ പ്രാധാന്യം കൊടുക്കില്ല. ഇത് രവിയുടെയും ശ്രീലക്ഷ്മിയുടെയും ജീവിതത്തിലേക്ക് വരുമ്പോ രവിയെ സ്വതന്ത്രമാക്കിക്കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് എന്തും ചെയ്യാമെന്നൊരു ധാരണയുണ്ട് നമ്മുടെ ശ്രീലക്ഷ്മി മാഡത്തിന്. അതാണ് അവരുടെ പ്രശ്നങ്ങളുടെ പ്രധാന കാരണം. ശ്രീലക്ഷ്മിയുടെ ചിന്തകളും രീതികളും പ്രവൃത്തികളും സ്വന്തം ഭർത്താവിനെ വിഷമിപ്പിച്ചു. താൻ ഇനിയും ഇങ്ങനെ പോയാൽ ഭർത്താവിനെ തനിക്ക് നഷ്ടപ്പെടും എന്നൊരു തോന്നലുണ്ടാക്കിയെടുക്കണം. താൻ കൊടുക്കാത്ത അല്ലെങ്കിൽ തന്നെ കൊണ്ട് സാധിക്കാത്ത സ്നേഹവും ബഹുമാനവും വേറൊരാളിൽ നിന്ന്, പ്രത്യേകിച്ച് തന്നെ പോലൊരു സ്ത്രീയിൽ നിന്ന് തന്റെ ഭർത്താവിന് കിട്ടുന്നു എന്നൊക്കെ അറിയുമ്പോൾ ശ്രീലക്ഷ്മി മാഡം എന്നല്ല ഏതൊരു പെണ്ണും ഒന്ന് അലർട്ടാവും. ആ ഒരു പോയിന്റിൽ ശ്രീലക്ഷ്മി പഴയ പോലെ പെരുമാറും. രവിയെ സ്നേഹിക്കും, നല്ലൊരു ഭാര്യയാകും. ചുരുക്കി പറഞ്ഞ ഞാൻ ശ്രീലക്ഷ്മിയുടെ മുന്നില് രവി സാറിനോട് പ്രേമം അഭിനയിക്കണം. അതെ രാജാറാം സാർ, പറയുമ്പോ സൂക്ഷിക്കണം. പഴയ സാൻഡ്ര ഭയങ്കര അപകടകാരിയാണ്. സാറിനത് അറിയാലോ? നന്നായി അറിയാം. ഇത് ശ്രീലക്ഷ്മി മാഡത്തിന്റെ മുന്നിൽ മാത്രമാണ്. അത് ഞാൻ മാഡത്തിന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാം. ആ കുടുംബത്തോടുള്ള നന്ദിയുടെയും കടപ്പാടിന്റെയും ഫലമായി നമ്മൾ അവർക്ക് വേണ്ടി ഒരു ത്യാഗം ചെയ്യുന്നു. അങ്ങനെ കണ്ടാ മതി ഇതിനെ. പറ്റില്ല രാജാറാം സാർ. സാർ ഇപ്പൊ പറഞ്ഞ ഈ നന്ദിയും കടപ്പാടും ഞാൻ കാണിക്കേണ്ടത് ഈ രീതിയിലല്ല.
എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. രേഖ മാഡത്തിന്റെ മെയിൽ വേർഷൻ. അവരെന്നോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞതൊക്കെ വേറൊരു രീതിയിൽ രാജാറാം സാർ നല്ല വൃത്തിയായിട്ട് അവതരിപ്പിച്ചു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ശരിക്കും സാന്ദ്ര മാഡത്തിന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അർത്ഥം ഏതായാലും കളിക്കുന്നത് ഒരു ചീപ്പ് ഡ്രാമയല്ലേ രാജാറാം സാർ. മാത്രമല്ല, ഈ ഡ്രാമയുടെ അവസാനം രവി സാറിന് തന്റെ ഭാര്യയെ കിട്ടും, ശ്രീലക്ഷ്മിക്ക് തന്റെ ഭർത്താവിനെയും കിട്ടും. സാൻഡ്രയ്ക്കോ? ഞാൻ നോ പറയാൻ കാരണം അതൊന്നുമല്ല. ഞാൻ വളരെ കഷ്ടപ്പെട്ട ആർക്കും ഒരു ശല്യവും ആവാതെ ജീവിക്കുന്നത്. മറ്റുള്ളവർക്ക് സന്തോഷത്തിനും ജീവിതത്തിനും വേണ്ടി സ്വന്തം ഐഡന്റിറ്റി പണയം വെച്ചുള്ള ഒരു ഡ്രാമയ്ക്കും സാൻഡ്രയെ കിട്ടില്ല. പണ്ടും സാൻഡ്ര ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അന്ന് എന്നെയോ എന്റെ സ്നേഹത്തിനെയോ ഒരാള് പോലും കണക്കിലെടുത്തില്ല. ഒരവസരം വന്നപ്പോ ഞാൻ പകരം തീർക്കുവാണെന്ന് രാജാറാം സാർ കരുതരുത്. അവനവൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിക്കും അവനവൻ തന്നെ ശിക്ഷ അനുഭവിക്കണം. ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി അവരുടെ ഊഴമാണ്. അവരും അനുഭവിക്കട്ടെ. അവരുടെ കുടുംബകാര്യത്തില് ഞാൻ ഇടപെടില്ല. രാജാറാം സാറും ഇടപെടാതിരിക്കുന്നതാണ് എനിക്കിഷ്ടം. അതിലെല്ലാം ഉപരി പഴയ സാൻഡ്ര ആവുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കുഴി ഞാൻ തന്നെ വെട്ടുന്നതിന് സമമാണ്. സോറി രാജാറാം സാർ. എന്റെ നീക്കങ്ങൾ കൃത്യമായി അവളിൽ കൊണ്ടു. Now she's mad. ഒരു മാനസിക രോഗിയാക്കി അവളെ വീട്ടിലേക്ക് തന്നെ അയക്കാൻ എനിക്ക് പറ്റി. പക്ഷേ അവിടം കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല ശ്രീലക്ഷ്മി. വീട്ടിലേക്ക് പോയ നിനക്കിനി വർമ്മൻ വീട്ടിലേക്കൊരു തിരിച്ചുവരവുണ്ടാവരുത്. അതിനുള്ള കരുക്കള ഇനി ഞാൻ നീക്കാൻ പോകുന്നത്. സാന്ദ്ര എടുത്ത ഫോട്ടോയാണ് നിനക്കുള്ള ചെക്ക്. അതോടെ നിനക്ക് നിന്റെ വീട്ടിൽ തന്നെ താമസിക്കാം. അവിഹിത ബന്ധമുള്ള ഒരാളുടെ കൂടെ സ്വന്തം മകളെ ജീവിപ്പിക്കാൻ ഒരച്ഛനും അമ്മയും തയ്യാറാവില്ല. ശ്രീലക്ഷ്മിയുടെ അച്ഛനും അമ്മയും ഈ ഫോട്ടോ കണ്ട അതോടെ എല്ലാം തകർന്നു തുടങ്ങും. തകരണം. അവൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാവരുത്. പക്ഷേ ഞാനാണിതിന്റെ പിന്നിലെന്ന് ആരും അറിയാൻ പാടില്ല. അതിനെന്താ ഒരു വഴി? ത്രിവിക്രമൻ. ഇങ്ങനെയുള്ള പണികൾക്ക് അയാളാണ് ബെസ്റ്റ് ഓപ്ഷൻ. പിടിക്കപ്പെട്ടാൽ എന്റെ പേര് പറഞ്ഞ ആദ്യം എല്ലാവരും അതേ വിശ്വസിക്കും. കാരണം ഞാൻ അവളുടെ ശത്രുവാണെന്ന് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷെ ത്രിവിക്രമനെ പോലൊരു മോശം സ്വഭാവക്കാരനെ കൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്യിച്ചതാണെന്ന് പറഞ്ഞ അതൊക്കെ നുണയാണെന്ന് വരുത്തി തീർക്കാൻ എനിക്ക് വളരെ എളുപ്പം. ഇത് നടന്നാൽ ശ്രീലക്ഷ്മിക്ക് അവളുടെ ഫ്രം അഡ്രസ്സിൽ തന്നെ തുടരാം. നജീവിനോട് എന്റെ ക്യാബിനിലേക്ക് വരാൻ പറയും. മാഡം. അയാൾ വന്നിട്ടുണ്ടോ? ആ ത്രിവിക്രമൻ ഉണ്ട് മാഡം. അയാൾ എന്റെ ക്യാബിനിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. ശരി മാഡം.
മോള് വന്ന ദിവസമായിട്ട് എന്തെങ്കിലും മോക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ചപ്പോ ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളൊന്നുമില്ലല്ലോ. ശ്രീടച്ചാ, ശ്രീടച്ചാ. ആ എന്താ സരോജം, നീ എന്തിനാ വിളിച്ചു പോകുന്നത്? നിനക്കൊന്ന് പതിയെ വിളിച്ചൂടെ? ചെവി പൊട്ടിപ്പോവല്ലോ. എന്താ കാര്യം? ദേ നോക്കിക്കേ, ഫ്രഷ് ആയിട്ടുള്ള ഒരു സാധനങ്ങളും ഇല്ല. നിങ്ങൾ പോയി മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വന്നേ. ഈ പഴയ പച്ചക്കറി സാധനം കൊണ്ട് എങ്ങനെ ആഹാരം ഉണ്ടാക്കുന്നത്? നീ ഇനി അതിനു വേണ്ടി കിടന്ന് ചാടണ്ട. ഞാൻ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയാ പോണം. പച്ചക്കറികൾ അല്ലാതെ വേറെ എന്താ വേണ്ടെന്ന് പറഞ്ഞു. ആ, ഞാനൊന്ന് നോക്കട്ടെ. ആ, വെളിച്ചെണ്ണ ഇരിപ്പുണ്ട്. മസാലകളും ഉണ്ട്. ആ, കുറച്ച് പയറും പരിപ്പൊക്കെ വാങ്ങിച്ചോ. ആ, പിന്നെ ഇതൊക്കെ മതി. എന്റെ പൊന്ന് സരോജം, ഞാൻ ഉദ്ദേശിച്ചത് പയറും പപ്പടും പരിപ്പൊന്നുമല്ല. മോള് ഈ വീട്ടിലേക്ക് ആദ്യമായിട്ട് വന്നതല്ലേ, എപ്പോഴാ തിരിച്ചു പോണേന്ന് അറിയാനും മേല. എപ്പോഴായാലും തിരിച്ചു പോകുമ്പോ രവി സാറിനും കുടുംബത്തിനും എല്ലാവർക്കും പലഹാരവും മറ്റും ഉണ്ടാക്കി കൊണ്ടേ കൊടുക്കണ്ടേ? അതാണല്ലോ എന്റെ ഒരു രീതി. അത് ശരിയാണല്ലോ, ഞാനത് ഓർത്തതേ ഇല്ല. ആ ദേ, രേഖാമാടത്തിന് നിന്റെ കൈ കൊണ്ടുണ്ടാക്കുന്ന പലഹാരമൊക്കെ വലിയ ഇഷ്ടമല്ലേ? മോള് തിരിച്ചു ചെല്ലുമ്പോ വെറും കൈയോടെ പറഞ്ഞു വിടുന്നത് ശരിയല്ലല്ലോ. വിവാഹത്തിന് ശേഷം ഉണ്ടായ അപ്രതീക്ഷിത സംഭവങ്ങൾ കാരണം മോൾക്ക് ചെയ്യേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ അതിനൊക്കെ ഉള്ള സമയം. പിന്നെ നീ അവൾക്ക് വിഷമുണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള വർത്താനവും പറയരുത്. രവി സാറ് വരാത്ത എന്താണെന്ന് നമുക്ക് പിന്നീട് ചോദിച്ചറിഞ്ഞാ മതി. മാത്രമല്ല, പെട്ടെന്ന് മോളെ കൂട്ടിക്കൊണ്ടുപോവാൻ രവി സാറും ഗായത്രിയമ്മയും വന്നാ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ? ശ്രീടച്ചൻ പറയുന്നൊക്കെ ശരിയാ, പക്ഷെ അതിനൊക്കെ ഒരുപാട് ചെലവാവൂലേ? നമ്മുടെ മോളെക്കാൾ വലുതായിട്ട് ഈ ലോകത്ത് നമുക്ക് മറ്റെന്താ ഉള്ളത് സരോജൻ? ആ, പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു. കഴിഞ്ഞ മാസത്തെ ബില്ലുകളെല്ലാം അവരിന്ന് തന്നെ സെറ്റിൽ ചെയ്യാന്നാ പറഞ്ഞത്. ആ, അതും കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ സന്ധ്യ സിസ്റ്ററോട് ചോദിക്കാം. നമ്മൾ ചോദിച്ചാൽ അവര് കാശ് തരാതിരിക്കില്ല. അടുത്ത മാസം തിരിച്ചു കൊടുക്കാലോ. അത് ശരിയാ. രവി സാറിന്റെ അന്തസ്സിന് ചേർന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ് അവിടത്തെ പോലെ എല്ലാ സന്തോഷങ്ങളോടും കൂടി വേണം നമുക്ക് മോളെ തിരിച്ചയക്കാൻ. അല്ലെങ്കിൽ അവരോർക്കില്ലേ കെട്ടിച്ചു വിട്ടതിന് ശേഷം നമ്മൾ മോളുടെ കാര്യം ഒന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന്. നമ്മുടെ ബുദ്ധിമുട്ടും നിസ്സഹായാവസ്ഥയൊക്കെ അവരെ അറിയിക്കണോ? എന്താ അച്ചാച്ചനീ പറയുന്നത്? മകൾക്ക് ഒന്നും ചെയ്തു കൊടുക്കാനാവാത്ത നിസ്സഹായനായ അച്ഛനാണ് എന്റെ അച്ഛനെന്ന് ആരാ പറഞ്ഞത്? അത് മോളെ വേണ്ട, അച്ഛനൊന്നും പറയണ്ട. നിങ്ങൾക്ക് രണ്ടാൾക്കും മകളോടുള്ള ഇഷ്ടം കൂടിപ്പോയി, അതാ ഇതൊക്കെ. മോളെ, ഞങ്ങളത് പിന്നെ എന്താ അച്ഛൻ ഞാൻ പറയണ്ടേ? ആകെ സ്വന്തമായിട്ടുണ്ടായിരുന്ന വീട് വിറ്റ് വാടക വീട്ടിൽ താമസിക്കുമ്പോഴും മകൾക്ക് ഇനിയും എന്തെങ്കിലും കൊടുക്കണമെന്നല്ലേ നിങ്ങൾ രണ്ടാളും ആലോചിക്കുന്നത്? നിങ്ങൾ രണ്ടാളും ഈ ആലോചിക്കുന്നതും ചെയ്യുന്നതും ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളാ. മോളെ, ഇതൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ല. ഇത് ഞങ്ങളുടെ കടമയാ. സ്നേഹത്തോടെ ഞങ്ങളുടെ പൊന്നുമോൾക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലുമാ ഞങ്ങളുടെ എല്ലാ സന്തോഷവും ഉള്ളത്. ആകെ ഉണ്ടായിരുന്ന കിടപ്പാടം വേണ്ടെന്ന് വെച്ചാണോ അമ്മേ നിങ്ങളുടെ സന്തോഷം? എന്തിനാ മോളെ നീ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുന്നത്? അച്ഛനും അമ്മയും ആ വീടിനെ കുറിച്ച് ഇപ്പൊ ആലോചിക്കാറേ ഇല്ല. അച്ഛനും അമ്മയും ഒന്നും ആലോചിക്കുന്നില്ല എന്നതാ സത്യം. ആകെ ആലോചിക്കുന്നത് എന്നെ കുറിച്ച് മാത്ര.